പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലും ആയിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം കാത്തു പരിപാലിക്കുന്ന ദൈവം. നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവം, അതായത് സങ്കീർത്തനം 91 1 വാക്യം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ എപ്പോഴും കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ അത്യുന്നതന്റെ ആ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവരായിരിക്കണം. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരും ആരാധിക്കുന്നവരും ആയിരിക്കണം, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എന്നിവരിൽ ദൈവം നമ്മളെ എല്ലാവിധത്തിലും കാത്തു സൂക്ഷിക്കും. അതായത് 91 10 11 വാക്യം എന്താണ് പറയുന്നത്? ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കാക്കേണ്ടതിന് നമ്മുടെ എല്ലാ വഴികളിലും, ഒരു വഴിയല്ല, നിങ്ങൾ എവിടെ പോയാലും എവിടെ ഇരുന്നാലും എവിടെ കിടന്നാലും നമ്മളെ പരിപാലിക്കുകയും കാക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ സർവശക്തനായ യേശുക്രിസ്തു. നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്, നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ്. അത് തന്നെയുമല്ല, നിന്റെ കൂടാരത്തിന് ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടാരത്തിൻ്റെ, നമ്മുടെ ഭവനത്തിന് ചുറ്റും സ്വർഗീയ ദൂതന്മാരെ നിർത്തിയിരിക്കുകയാണ്. രക്തക്കോട്ട വളപ്പിൽ അവൻ കാത്ത് നമ്മളെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് പോലും അടുക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അടുക്കാതിരിക്കണമെന്ന് വരിൽ നമ്മൾ ആരായിരിക്കണം? ദൈവത്തിൻ്റെ മക്കളായിരിക്കണം, ദൈവത്തോടു കൂടെ ജീവിക്കുന്നവരായിരിക്കണം, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കത്തുള്ളൂ. 2 ദിനവൃത്താന്തം 32 അധ്യായം 7 8 വാക്യം നമുക്ക് നോക്കാം. 7 8 വാക്യം. ഉറപ്പും ധൈര്യമുള്ളവർ ആയിരിപ്പീൻ, അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെ ഉള്ളതിലും വലിയ ഒരുവൻ നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോട് കൂടെ ഉള്ളവൻ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട് എന്ന് പറഞ്ഞു. ആരാ ഇങ്ങനെ പറയുന്നത്? യെഹിസ്കിയാവ്. അവൻ പറയുന്ന ഒരു വാക്കാണിത്. ആരാം രാജാവിനെ ഉറപ്പും ധൈര്യമുള്ളവർ ആയിരിപ്പിൻ, അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള വലിയ ഗുമ്പിനെയും ഒരു കാരണവശാലും നമ്മൾ ഭയപ്പെടരുത്. നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ ആരാണ്? വലിയ ദൈവം, സർവശക്തനായ ദൈവം. യുദ്ധം അവൻ്റേതാണ്, നമ്മുടേതല്ല. യുദ്ധം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അതുപോലെ തന്നെ നമ്മളെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ നമ്മളോട് കൂടെ ഉണ്ട്. ഭയപ്പെടരുതെന്ന് പറയാണ്. പ്രിയ മക്കളെ, നമ്മുടെ ഭവനത്തിന് ചുറ്റും അല്ലെ നമ്മൾക്ക് ചുറ്റും ആരെങ്കിലും വഴക്കുണ്ടാക്കാനോ നമ്മളെ നശിപ്പിക്കുവാനോ നമ്മളെ തല്ലുവാനോ ഏതിനെങ്കിലും വന്നാലും നിങ്ങൾ തിരിച്ച് ചീത്ത വിളിക്കാനോ തിരിച്ചു വഴക്കുണ്ടാക്കാനോ പോകരുത്. നിങ്ങൾ മുറിക്കകത്ത് കയറിയിരുന്ന് മുണങ്കാലൂരി പ്രാർത്ഥിക്കുമ്പോൾ പ്രതികാരം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. യുദ്ധം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ദൈവം പ്രവർത്തിക്കും. ദൈവം അവരെ വെറുതെ വിടുമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല. ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിലിട്ടപ്പോൾ സിംഹത്തിൻ്റെ വായ അടച്ച ദൈവം അവൻ്റെ വായെ അടയ്ക്കും. അവൻ്റെ കയ്യ് അടിക്കാനൊന്നും പൊങ്ങത്തില്ല. എനിക്ക് നല്ല വിശ്വാസമാണ്. ഓരോരുത്തർ വഴക്കുണ്ടാക്കാൻ വന്നാലും ഞങ്ങളെ കണ്ടു കഴിയുമ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. ഇനി ഈ അള്ളി വരരുത്, ഈ വില്ലേജ് വരരുതെന്ന് പറയും. ഉടനെ ഞാൻ പറയും,
വില്ലേജ് നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ വരരുതെന്ന് പറയാം, വില്ലേജിൽ വരരുതെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് പറയും. അപ്പോൾ അവർ ഒന്നും മിണ്ടത്തില്ല. ദൈവം അവരെ വായെ അടച്ചു കളയും. നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. ആ ധൈര്യം നമുക്ക് വേണമെന്നൊരിൽ നമ്മുടെ തലയിൽ അഭിഷേക തൈലം വീഴണം. അഭിഷേക തൈലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടുകൂടെ സംസാരിക്കാനാണേലും ധൈര്യത്തോടുകൂടെ നിൽക്കുവാനാണേലും സാധിക്കത്തുള്ളൂ. ദൈവം നമ്മളോടുകൂടെ ഉണ്ട്. അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. 1 ശമൂവേൽ 17-ാം അധ്യായം 45-ും 46-ാമത്തെ വാക്യം. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഒരു 14-15 വയസ്സുള്ള ഒരു ആട്ടിടയെ ചെറുക്കൻ, അവൻ്റെ തലയിൽ എന്ത് വീണിട്ടുണ്ട്? അഭിഷേക തൈലം വീണിട്ടുണ്ട്. ആ അഭിഷേക തൈലം വീണ പയ്യന് അവൻ്റെ അപ്പൻ്റെ ആടുകളെ പിടിക്കാനായിട്ട് സിംഹവും കരടിയും വരുമ്പോൾ ആ ആടിനെ അവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ കരടിയുടെ സിംഹത്തിൻ്റെ വായ് വലിച്ചു കീറി തൻ്റെ ആടിനെ എടുത്ത് ഭുജത്തിന്മേലെ വെച്ചുകൊണ്ട് അവൻ വരുമായിരുന്നു. അത്ര ധൈര്യമുള്ളവനാണ്. അതുപോലെ അവൻ ഫെലിസ്ത്യർ ഭയങ്കര യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ നിൽക്കുന്നു. ഫെലിസ്ത്യരുടെ മുമ്പിൽ ഭയങ്കര ലംബ ചൗട ഭയങ്കര നീളവും വണ്ണവുമുള്ള ഗോലിയാത്തൻ നിൽക്കുന്നു. അവനോട് പറയാണ്, നീ വാളും കുന്തവും വേലുമായി വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. അവൻ അങ്ങനെ ധൈര്യത്തോടുകൂടെ, ചെറിയ ബാലകൻ, അവൻ്റെ കയ്യിൽ 5 കല്ല് അവൻ്റെ സഞ്ചിയിലുണ്ട്, അവൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടിയും പിടിച്ചാണ് അവൻ ഈ ഫെലിസ്ത്യൻ്റെ നേരെ ചെല്ലുന്നത്. ഉടനെ അവൻ ചോദിക്കുന്നു, നീ എന്നെ നായെ പട്ടിയെ അടിക്കാൻ വരുന്നോന്ന്. ഉടനെ അവൻ പറയുന്ന വാക്ക് കേക്ക്, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് ഒരു കല്ലെടുത്ത് കറക്റ്റ് അവൻ്റെ ഇവിടെ എല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവിടെ മാത്രമേ കാണത്തുള്ളൂ, സ്വല്പം മാത്രം. കറക്റ്റ് തിരുനെറ്റിക്ക് കൊണ്ട് അവൻ മലർന്നടിച്ച് വീഴേണ്ടിയവൻ കമന്നടിച്ച് വീണു. അവൻ ദൈവത്തിന് സറണ്ടറായി. പ്രിയ മക്കളെ, അവൻ്റെ മുകളിലോട്ട് കയറി നിന്നിട്ട് അവൻ്റെ വാൾ ഊരിയെടുത്ത് അവൻ്റെ തല കട്ട് ചെയ്ത് അവൻ കയ്യിൽ പിടിച്ച് താഴെ ഇട്ടിട്ട് അവൻ ഓടി. അപ്പോഴത്തേക്ക് തൻ്റെ സേനാധിപൻ പട്ടുപോയി, മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എല്ലാവരും ഓടിപ്പോകാൻ തുടങ്ങി. അവരുടെ പുറകെ നടന്ന് ഓരോരുത്തരെ വെട്ടി വീഴിച്ചു. പ്രിയ മക്കളെ, അവൻ എന്നതാ പറഞ്ഞത്? ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. 14-15 വയസ്സുള്ള പയ്യനാണ്. അവൻ്റെ ദൈവത്തെ അവർ നിന്ദിക്കുമ്പോൾ അവൻ്റെ രക്തമെല്ലാം തിളച്ച് കാണും. ഓരോ അള്ളി ചെല്ലുമ്പോൾ, ഓരോ വില്ലേജിൽ ചെല്ലുമ്പോൾ ഓരോരുത്തർ അത് ഹീനജാതിയുടെ ദൈവമാണ്, ഫോറിൻ ദൈവമാണ് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് എൻ്റെ രക്തമെല്ലാം അങ്ങ് തിളയ്ക്കും ഇവർ പറയുന്ന കേൾക്കുമ്പോൾ. ഞാൻ പിന്നെ ഒന്നും മിണ്ടത്തില്ല. ഫോറിൻ ദൈവം അല്ലപ്പാ, അഖിലാണ്ട് സൃഷ്ടിതാവണവൻ, രാജാതിരാജനാണ്. നിന്നെയും എന്നെ സൃഷ്ടി ചെയ്ത ദൈവമാണ്. അവൻ പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് നിനക്ക് പോകാൻ ഒക്കത്തില്ല. എന്താന്ന് ചോദിച്ചാൽ
നിനക്ക് പരിശുദ്ധിയില്ല, നിനക്ക് വീടി വലിക്കണം, നിനക്ക് സിഗരറ്റ് വലിക്കണം, നിനക്ക് കുടിക്കണം, നിനക്ക് തോന്നിവാസം ജീവിക്കണം, നിന്റെ വായിൽ എപ്പോഴും കെട്ട വാക്കുകൾ, ചീത്ത വർത്താനം ഇതെല്ലാം ഇരിക്കണം. അതുകൊണ്ട് നിനക്ക് ആ ദൈവത്തിനടുത്ത് പോകാൻ പറ്റത്തില്ല. ശരിയാ അമ്മ, ശരിയാ. അവർ തന്നെ യേശു വെക്കും, വെക്കുന്നിടന്മാരെ ഞാൻ വിടത്തില്ല. ഞാൻ അങ്ങനെ ഓരോന്നും അങ്കിളെ, അണ്ണ എന്ന് വിളിച്ച് ഞാൻ അവരോട് പറയും. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അവർ ഒടുവിൽ യേശു വെക്കും. ശരിയാ, നിങ്ങളുടെ ദൈവം വലിയ ദൈവമാണ്, പക്ഷെ ഞങ്ങൾക്ക് ആ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് നടക്കാൻ ഒക്കത്തില്ലെന്ന് അവർ തന്നെ പറയും. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 5:11 എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പരിപാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ദൈവത്തിൽ മാത്രം ശരണം പ്രാപിച്ചാൽ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടും. നമ്മൾ ദൈവത്തിൽ മാത്രം ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടും. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിച്ചാൽ യാതൊരു സന്തോഷവും കിട്ടത്തില്ല, യാതൊരു സമാധാനവും കിട്ടത്തില്ല. മനുഷ്യൻ ചെയ്താൽ അതിന് കണക്കുണ്ട് മക്കളെ. മനുഷ്യർ ചെയ്താൽ അതിന് കണക്കുണ്ട്. ദൈവം ചെയ്താൽ അതിന് കണക്കില്ല, ഒരു കാരണവശാലും കണക്കില്ല. കണക്കില്ലാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, ജീവിക്കുന്ന ദൈവം. അതുപോലെ തന്നെ സങ്കീർത്തനം 27:5 അനർത്ഥ ദിവസത്തിൽ ഞാൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനർത്ഥവും അപകടവും വരാതെ കാത്തു പരിപാലിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മളെ കാത്തു പരിപാലിക്കും എന്നുള്ളത് ചിന്തിച്ചു നോക്കിയാൽ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ, ദൈവം നമുക്ക് എന്തെല്ലാം ഉപകാരങ്ങളാണ് ലോകത്തിൽ ചെയ്തിരിക്കുന്നത് ഓർത്ത് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? സ്തുതിച്ച് ആരാധിക്കണം. ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ ഉപകാരങ്ങളെയും ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവരായിരിക്കണം. സ്തുതിയും സ്തോത്രവും നമ്മുടെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് സ്തുതിയും സ്തോത്രവും നമ്മുടെ അകത്തു നിന്നും തിളച്ച് കയറുന്നതാണ്, അകത്തു നിന്നും വരുന്നതാണത്. അല്ലാതെ വെറുതെ കോഴി ഓടിക്കുന്ന പോലെ ഷൂ എന്ന് വെച്ചാൽ സ്തോത്രമാകത്തില്ല. നമ്മൾ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. നമ്മൾ ആരാധിക്കുന്നവരായിരിക്കണം, ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. അങ്ങനെ ചെയ്താൽ ദൈവം നമ്മളെ എപ്പോഴും കാത്ത് പരിപാലിക്കും. ഒരാപത്തോ അപകടവും വരാതെ നമ്മളെ കാത്ത് പരിപാലിക്കും. ഞങ്ങൾ ഇതുപോലെ വേലയ്ക്ക് പോയിട്ട് വന്നപ്പോൾ തമിഴ്നാട്ടിൽ ഞങ്ങളുടെ വണ്ടിയും കൂടി ഇടിച്ചത് കണ്ടാൽ ആ വണ്ടിക്കകത്തിരുന്ന് ഒരുത്തർ പോലും രക്ഷപ്പെട്ടെന്ന് പറയത്തില്ല. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്നിപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഞാൻ കണ്ണെല്ലാം തുറന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു മുടി പോലുമില്ല. നല്ല മുടി ഉണ്ടായിരുന്ന എനിക്ക്, നല്ല കറുത്ത നല്ല മുടി. എൻ്റെ മുടി എപ്പോഴും നല്ല കറുത്ത നല്ല മുടിയാണ്. ആ മുടിയെല്ലാം അവർ കളഞ്ഞ് എല്ലാം തയ്ച്ചു വെച്ചിരിക്കുക തല. നമ്മുടെ ദൈവം ആരാണ്? അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമായിരുന്നോ? ഒരിക്കലുമില്ല. എൻ്റെ ദൈവത്തിന് എന്നെ വേണമായിരുന്നു, ഞങ്ങളെ വേണമായിരുന്നു. അതുകൊണ്ട് ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. അവൻ കാത്തു പരിപാലിച്ചതൊക്കെ ഓർത്ത് നോക്കിയാൽ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ അവനെ സ്നേഹിക്കാതിരിക്കും? അതൊക്കെ എല്ലാം ഓർത്ത് നോക്കിയാൽ സന്തോഷത്തിന്മേലെ സന്തോഷമേ വരത്തുള്ളൂ. സങ്കീർത്തനം 31:20 നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. വൈരിയുടെ കയ്യിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നമ്മളെ മറയ്ക്കുകയും
ഒളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ആകുന്നുവെന്ന് ധൈര്യമായിട്ട് നമ്മൾ പറയണം. ധൈര്യമായിട്ട് അങ്ങനെ പറയുന്നവർ ഭാഗ്യവന്തരാണ്. ഭാഗ്യവന്തർ. അവൻ്റെ നിഴലിൻ കീഴിലും പാർക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾക്ക് കാറുള്ളത് കൊണ്ടോ വലിയ വീടുള്ളത് കൊണ്ടോ ഫ്ലാറ്റ് ഉള്ളത് കൊണ്ടോ ഭയങ്കര തോട്ടമുള്ളത് കൊണ്ടോ ഒന്നും നമ്മൾ ഭാഗ്യവന്തരാകത്തില്ല. ദൈവത്തിലുള്ള ഭാഗ്യമാണ് വലിയ ഭാഗ്യം. സങ്കീർത്തനം 32:7 നീ എനിക്ക് മറവിടമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. കർത്താവ് നമുക്ക് മറവിടമാണ്. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയൻ കീഴിൽ ചുറ്റി പരിപാലിക്കുന്നത് പോലെ നമ്മളെ ദൈവം ചുറ്റി പരിപാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. ദൈവം നമ്മളെ ചുറ്റി പരിപാലിച്ചിരിക്കുകയാണ്. അവൻ്റെ ചിറകടിയിൽ നമ്മളെ മറച്ചിരിക്കുകയാണ്. ഒരു കൂടോത്രത്തിനോ ഒന്നിനും നമ്മളെ കാണാൻ പറ്റത്തില്ല, കാണാൻ സാധിക്കത്തില്ല. നമ്മളെ എല്ലാ വിധത്തിലും ദൈവം ചുറ്റി പരിപാലിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിന്. നീതിമാൻ ആരാണ്? യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നോക്കിക്കോണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തിയാണ് നീതിമാനും. നീതിമാന്റെ കൂടാരത്തിൽ, അവൻ്റെ കൂടാരത്തിൽ എപ്പോഴും ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷങ്ങൾ ഉണ്ടാകും. അവൻ്റെ ഭവനത്തിൽ എപ്പോഴും സ്തുതിയും സ്തോത്രവും പാട്ടും പ്രാർത്ഥനയും ആരാധനയും എപ്പോഴും നീതിമാന്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സങ്കീർത്തനം 17:8 കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ. അതുപോലെ തന്നെ 9 ലാസ്റ്റ് നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വൈരിയുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വൈരികൾ നമ്മുടെ താഴ്ചയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈരി നമ്മളോട് സ്നേഹമില്ലാത്തവര്, നമ്മളോട് യാതൊരു സഹകരണവുമില്ലാത്തവര് നമ്മുടെ താഴ്ചയെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയ മക്കളെ, ഒരിക്കലും ദൈവം ദൈവമക്കളെ വിട്ടുകൊടുക്കത്തില്ല. നമ്മുടെ താഴ്ചയെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മളെ എല്ലാ വിധത്തിലും അതായത് 91:14 വാക്യത്തിൽ എന്നാ പറയാതിരിക്കുന്നത്? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എവിടെ നിന്ന് വിടുവിക്കും? എല്ലാ കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കും, എല്ലാ രോഗത്തിൽ നിന്നും വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ആത്മീയമായി ഉയർത്തും, ഭൗമികമായി ഉയർത്തും. പ്രിയ മക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് എന്ത് ചെയ്യണം? പറ്റിയിരിക്കണം. എങ്ങനെ പറ്റിയിരിക്കുന്നത്? നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ബൈബിൾ ധ്യാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും അനേകർക്ക് പ്രയോജനമുള്ള മക്കളായി, ദൈവത്തിന് പ്രയോജനമുള്ള മക്കളായിട്ട് ദൈവമേ എന്നെ എടുത്ത് പ്രയോഗിക്കണമേ. നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. അതുപോലെ തന്നെ സങ്കീർത്തനം 16:8 ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. വെറുതെ നമ്മൾ വാക്യം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ അതിന് പ്രകാരം നമ്മൾ ജീവിക്കണം.
ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ യേശു ക്രിസ്തു? നിങ്ങളുടെ മുമ്പിലുണ്ടോ? അതുപോലെ തന്നെ അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. എൻ്റെ വലത്ത് ഭാഗത്ത് ഇപ്പോൾ ഞാൻ വാക്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ വലത്ത് ഭാഗത്ത് എൻ്റെ യേശു നിൽപ്പുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ യേശു ഉണ്ട്. അവൻ വസിക്കുന്ന ആലയമാണിത്. ഈ ആലയത്തിൽ ദൈവം വസിക്കുന്നതുകൊണ്ട് ഏത് രോഗികളും സൗഖ്യമാകും, ഏത് ഭൂതങ്ങളും വിട്ടുപോകും, ഏത് ചെവി കേൾക്കാത്തവർക്കും ചെവി കേൾക്കും, ഏത് കണ്ണ് കാണാത്തവർക്കും കണ്ണ് കാണും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. അവനാണ് എൻ്റെ യേശു. അവനാണ് എൻ്റെ യേശു. അവനാണ് എൻ്റെ യേശു. ആ യേശു എൻ്റെ കൂടെ ഉണ്ട്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ സത്യ ദൈവമാണ്. അവനാൽ കഴിയാത്തതൊന്നുമില്ല മക്കളെ, ഒന്നുമില്ല. ആ കൃപയില്ലാത്തവര്, ആ ശക്തിയില്ലാത്തവര് അതും ഇതുമെല്ലാം പറയും. രോഗശാന്തി ഒന്നും ഇപ്പം നടക്കത്തില്ല, അതെല്ലാം തെറ്റാണ്, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷേ ഞാനൊരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ബെന്തക്കോസ് കുടുംബത്തിലല്ല ജനിച്ചു വളർന്നത്. ഞാൻ മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർന്നപ്പോൾ തന്നെ എൻ്റെ 18ാമത്തെ വയസ്സിൽ തന്നെ ദൈവം എനിക്ക് രോഗശാന്തി വരവും ഭൂതശാന്തി വരവും തന്നു. എനിക്കത് അറിയത്തില്ല. ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പോൾ രോഗികളുടെ അടുത്ത് പോയി നിൽക്കുമ്പോഴേ രോഗികൾ സൗഖ്യമാകും. അവിടെ അന്നേരം പറയും, അയ്യോ ആ സിസ്റ്റർ ഞങ്ങൾക്ക് മരുന്ന് തന്നാൽ മതി, ആ സിസ്റ്റർ എനിക്ക് ഇഞ്ചക്ഷൻ തന്നാൽ മതി. അപ്പോഴത്തേക്ക് അവിടെ സ്റ്റാഫുകളും തമ്മിൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര ഭയവുമാണ്. ഞാൻ ഭയന്നും പേടിച്ചും ഓരോ രോഗികൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ദൈവത്തെ കണ്ടവളായതുകൊണ്ട്, ദൈവസ്നേഹം അറിഞ്ഞവളായതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടത്തില്ലായിരുന്നു. ഭയമില്ലാതെ ആരെന്നെ വഴക്ക് പറഞ്ഞാലും, ആര് ദുഷിച്ചാലും, ആര് പഴിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി അന്നു മുതൽ ഇന്ന് വരെയും എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ നിൽക്കുന്നു. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം സർവശക്തനാണ്. എൻ്റെ ദൈവം രാജാതിരാജനാണ്. എൻ്റെ ദൈവം പ്രഭുക്കന്മാരിലേക്കും വലിയ പ്രഭുവാണ്. ആ ദൈവത്തെ ഞാൻ എപ്പോഴും ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും വേല ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ കഴിവനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വെള്ളിയാഴ്ച മിനിഞ്ഞാന്ന് ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന നടന്നു കഴിഞ്ഞപ്പോൾ 3 സ്ത്രീകൾ വന്ന്, ഒരു സ്ത്രീ ആന്ധ്രയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവരുടെ റിലേഷൻ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കാരണം അവർക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അവർക്ക് മരിച്ചവരെല്ലാം രാത്രിയിൽ അവരുടെ അടുത്ത് വരുന്നെന്നാണ് പറയുന്നത്. മരിച്ചവരെല്ലാം അവരുടെ അടുത്ത് വരുന്നു. അവർക്ക് യാതൊരു ശാന്തി സമാധാനമില്ലാതെ അവർ പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് അവരങ്ങോട്ട് തെറിച്ചടിച്ച് വീണ് ഒരു ഉരുളിച്ച് അങ്ങോട്ട് ഉരുണ്ടിട്ട് 92 അടി നീളത്തിൽ അവർ ഉരുണ്ടു. ചർച്ചിൻ്റെ ലാസ്റ്റ് പോയി നിന്നിട്ട് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഉരുണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ദൈവം അവർക്കൊരു ദോഷവും വരുത്തിയില്ല. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മുട്ടേ നിൽക്കുക, യേശുക്രിസ്തുവിൻ നാമത്തിൽ സാത്താനെ നീ മുട്ടേ നിന്ന് കൈ 2 മേളിലോട്ട് ഉയർത്തി കൂപ്പിപ്പിടിച്ച് 3 പ്രാവശ്യം നിലത്തടിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇവളെ വിട്ടുപൊക്കോളാമെന്ന് ഉറച്ചു പറയണമെന്ന് പറഞ്ഞു. അയ്യോ, എങ്ങനെ കൂവാടി എന്ന് പറഞ്ഞാൽ ആ ഒച്ച കേട്ട് ഈ ദേശം എല്ലാം നടുങ്ങി കാണും. അതുപോലെ ഉറച്ചു പറഞ്ഞ് താഴെ നിലത്തടിച്ച് വീണ് അവിടെ കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റപ്പോൾ അവരുടെ മുഖത്ത് ശോഭ. അവരെന്നോട് പറയുന്നു, എൻ്റെ ശരീരത്തിൽ നിന്നും ഒരു 100 കിലോ ഭാരമെടുത്ത് മാറ്റിയതുപോലുണ്ട് ആൻറ്റി, എൻ്റെ ശരീരത്തിൽ നിന്നും ഭാരം പോയത്. നമ്മുടെ ദൈവം ആരാണ്?
ജീവിക്കുന്ന ദൈവമാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്കും എന്ത് അസുഖമുണ്ടെങ്കിലും ആ മുട്ടമ്മയിൽ നിന്ന് നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ ആവശ്യ ഭാരങ്ങൾ ദൈവത്തോട് പറ. ഇപ്പോൾ തന്നെ സ്വർഗീയകരം നിങ്ങളെ മുട്ടും. ആ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ മുട്ടും. ഇവിടെ എൻ്റെ യേശു നിപ്പുണ്ട്. സ്വർഗം തന്നെ സിംഹാസനം, ഭൂമി തൻ്റെ പാദവിടവുമായിരിക്കുന്ന യേശുവിൻ്റെ കര ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേലെ വരും. ഈ നിമിഷമേ വരും. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര സ്തോത്ര. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അപ്പാ നിന്റെ മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പാ നീ അനുഗ്രഹിക്കണമേ. ഒരുത്തർ പോലും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. നിന്റെ സന്നിധിയിൽ വരുന്നവരെ നീ ഒരിക്കലും തള്ളിവിടുന്ന ദൈവമല്ലപ്പാ, ഉപേക്ഷിക്കുന്ന ദൈവമല്ലപ്പാ. നീ കൈവിടല്ലപ്പാ. പരാലിസിസ് രോഗത്താലെ കർത്താവെ ഹാർട്ട് പേഷ്യൻ്റ് ആക്കി എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ. പരാലിസിസ് അടിച്ച് എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ. അപ്പ കാൻസർ രോഗത്താല് എവിടെ നോക്കിയാലും കാൻസർ രോഗമാണല്ലപ്പാ. അവരെ നീ തൊടണമേ അപ്പാ. ഈ നിമിഷമേ നിന്റെ കരവരുടെ മേൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മനെ തൊടണമേ, പരിശുദ്ധാത്മനെ തൊടണമേ, ഇപ്പോൾ തന്നെ തൊടണമേ. ആരും കർത്താവെ നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. കർത്താവെ സാത്താൻ ആരെ പിടിച്ചോണ്ട് പോവാൻ വിടല്ലപ്പാ. കർത്താവേ നീ പ്രവർത്തിക്കണമേ. നിന്റെ രക്തത്താൽ മുദ്രയിട്ട് വേലി കെട്ടണമേ. ശത്രു നോക്കുവാൻ നീ വിടല്ലപ്പാ. കർത്താവേ നിന്റെ സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. 5 വൻകരയിലും കർത്താവേ നിന്റെ സുവിശേഷം എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. നീ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ കർത്താവേ. കൈവിടല്ലപ്പാ, കൈവിടല്ലപ്പാ. വീട് പണി പൂർത്തിയാക്കാത്തവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ അപ്പാ. കർത്താവെ വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ അപ്പാ. കർത്താവെ കടഭാരത്താൽ എത്രയോ ജനം കഷ്ടപ്പെടുന്നപ്പാ. നന്ന ദേവരെ, എൻ്റെ ദൈവമോ തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നല്ലപ്പാ. നീ തീർത്തു കൊടുക്കണമേ. എല്ലാവരും ആ നിത്യരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി എല്ലാവരെയും നീ തീർക്കണമേ അപ്പാ. കൈവിടല്ലപ്പാ, കൈവിടല്ലപ്പാ. ദൈവമേ സ്തോത്ര കർത്താവേ. നിന്റെ വരവേറ്റവും ആസന്നമാകിയാൽ സ്തോത്ര. നിന്റെ വരവെങ്കിൽ പ്രത്യാശയോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ അപ്പാ. കൈവിടല്ലപ്പാ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.